അല്ല, എനിക്ക് മനസ്സിലാകാത്തത് അദ്ദേഹം ഇത്ര നേരം പറഞ്ഞതിൽ നിന്ന് അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് അദ്ദേഹത്തിനെ കേട്ട മനുഷ്യർക്ക് മനസ്സിലാകട്ടെ. ഞാൻ വിചാരിക്കുന്നത് ഇവിടെ CPM-ന് ഒരു ബന്ധമില്ലെങ്കിൽ പിന്നെ എന്താണ് അവർ ഈ ചർച്ചയ്ക്ക് വരാത്തത്? CPM-ന് ഒരു ബന്ധമില്ലാത്ത കാര്യം, ഏതോ ഒരു വീണ, ഏതോ ഒരു പാവപ്പെട്ട പെൺകുട്ടി അവര് ചെയ്യാത്ത ജോലിക്ക് വാങ്ങിയ മാസപ്പടി എന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്നു, ജോലി ചെയ്തെന്ന് പറയുന്നു. എന്താ CPM ചർച്ചയ്ക്ക് വരാത്തത്? ആളുകളാണല്ലോ അവര്. അവരെന്തൊക്കെ വിഷയത്തെ അവര് വരണ്ട? അല്ല, അതാണ്. അപ്പൊ ഏതൊരു സംരംഭകയ്ക്ക് കാര്യത്തിൽ CPM എന്തിനു വരണം എന്നുള്ള ചോദ്യമാണെങ്കിൽ പിന്നെ എന്തിനാണ് അവരന്ന് ED-യുടെ വണ്ടി തല്ലി പൊളിച്ചത്? വീണ താമസിക്കുന്ന വീട്ടിലല്ലേ വീണയുടെ ഫയലുകൾ റെയ്ഡ് ചെയ്യാൻ പറ്റുള്ളൂ. വീണ ഓഫീസ് അഡ്രസ് ആയിട്ട് കൊടുത്ത AKG സെന്റർ റെയ്ഡ് ചെയ്യാത്തത് BJP അല്ലെങ്കിൽ ED കൊടുത്ത ഒരു ഔദാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതൊന്ന് റെയ്ഡ് ചെയ്യപ്പെടേണ്ടതായിരുന്നല്ലോ, സ്വാഭാവികമായിട്ട് ഓഫീസും കൂടി റെയ്ഡ് ചെയ്യപ്പെടേണ്ടതായിരുന്നല്ലോ. അപ്പൊ അത് BJP കൊടുത്ത ഔദാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. വീണ താമസിക്കുന്ന വീട് റെയ്ഡ് ചെയ്തതിന് പിണറായി വിജയനെ റെയ്ഡ് ചെയ്തേ എന്നും പറഞ്ഞ് കൈരളി ചാനലിൽ എഴുതി കാണിച്ച് സംസ്ഥാന സെക്രട്ടറി തൊട്ട് അഖിലേന്ത്യാ സെക്രട്ടറി വരെ തെരുവിൽ സമരം ചെയ്ത് ഏതൊക്കെയോ പാവപ്പെട്ട സഖാക്കന്മാരെ കൊണ്ട് ഇഷ്ടികയേറും മൊട്ടയേറും നടത്തിച്ച് ചോർന്നൊലിക്കുന്ന കൂരയിൽ കിടക്കുന്ന മനുഷ്യന്മാരെ ജയിലിലേക്ക് വിട്ട് വീണ തൈക്കണ്ടിലും പിണറായി വിജയനും സ്വസ്ഥമായിട്ട് 10,000 വില വാടക കൊടുക്കുന്ന വീട്ടിൽ സുഖമായിട്ട് കിടന്നുറങ്ങി. നല്ല രാഷ്ട്രീയ പ്രവർത്തനം, പാവപ്പെട്ടവരുടെ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം, അത്രയല്ലേ ഉള്ളൂ. ആ ഉറച്ച നിലപാടിൽ നിന്ന് വീണ ഒരു ഇഞ്ച് പോലും മാറരുതെന്നാണ് എൻ്റെ അഭിപ്രായം. എന്നോട് മറുപടി പറയണ്ട, അയ്യപ്പദാസിനോടും പറയണമെന്ന് എനിക്കില്ല. പക്ഷെ പാർട്ടിയിലെ സഖാക്കന്മാരോടൊന്ന് പറഞ്ഞാൽ കൊള്ളാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പരിപാടി തന്നെ തീർന്നു പോകും. മനസ്സിലായില്ലേ? അത്രയ്ക്ക് കോൺഫിഡൻസ് ഉള്ള സ്ത്രീ ആയിട്ടുള്ള വീണ തൈക്കണ്ടിൽ 2019 മുതൽ 2026 ജൂൺ മാസം 12-ാം തീയതി വരെ കാത്തിരിക്കുകയാണ്. എന്തിനാണെന്നറിയോ? ED അച്ഛന്റെ വീട് റെയ്ഡ് ചെയ്തതിന് ശേഷം മറുപടി പറയാം, കോൺഫിഡൻസ് അങ്ങ് തെളിയിച്ചേക്കാന്ന് വിചാരിച്ച്. ഇങ്ങനെ ന്യായീകരിക്കില്ല മാഷെ. ഇങ്ങനെ ന്യായീകരിച്ചാണ് ഈ പാർട്ടി ഒരു പരുവാക്കുന്നത്. നിങ്ങളുടെ പാർട്ടി ഇല്ലാതാക്കപ്പെടണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല. എന്നാലും താങ്കൾ എന്ത് ഉറപ്പോടെ കൂടിയാ പറയുന്നത്? വീണ വെള്ളിയാഴ്ച ED-യുടെ മുമ്പിൽ പോയി അങ്ങോട്ട് പോയി മറുപടി കൊടുക്കും. കേരളത്തിൽ ഏതെങ്കിലും CPM അത്തരം വർത്താനൊന്നും പറയരുത്. എന്താ പറയാമോ, നിങ്ങള് ഈ 2016 ചരിത്രം അറിയാമല്ലോ പാർലമെന്റിലെ, അന്നൊന്നും ഞങ്ങളാരും ഇങ്ങനെ ചെയ്യാത്ത പണിക്ക് ഡയലോഗൊന്നും പറഞ്ഞില്ല. സ്വന്തം തോൽവിയെ കുറിച്ച് പഠിക്കണം. എന്തിനാണ് വിഷമിക്കുന്നത്? പാർട്ടി ഇല്ലാതെ പോകും, നിങ്ങൾ ന്യായീകരിക്കാൻ നടക്കണം. ശ്രീജേന്ദ്രൻ പറയട്ടെ. അല്ല, ഞാൻ പറയട്ടെന്ന്. താങ്കൾ എന്തിനാ വീണ തൈക്കണ്ടിൽ പിണറായി വിജയന്റെ മകള് ചെയ്യാത്ത പണിക്ക് 2,78,00,000 രൂപ മാസപ്പടി വാങ്ങിയല്ല ചോദ്യം ചോദിക്കുമ്പോൾ താങ്കൾ എന്തിനാ വിഷമിക്കുന്നത്? താങ്കൾക്ക് അറിവില്ലാത്ത കാര്യത്തെക്കുറിച്ച് താങ്കൾ എന്തിനാ കരയുന്നത്? താങ്കളുടെ ഭാഗം പറഞ്ഞു കഴിഞ്ഞില്ലേ? ഇനി എന്റെ മറുപടി പറയട്ടെ. ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം അയ്യപ്പദാസേ. മെയ് എന്ത് കഷ്ടമാണ് മാഷെ. ഒന്നുമല്ലെങ്കിൽ ഞാൻ ഒരുപാട് ജൂനിയറല്ലേ, എന്നോടൊന്ന് ക്ഷമിച്ചേക്ക് എന്റെ ഭാഗത്തൊരു തെറ്റുണ്ടെങ്കിൽ. ഞാനേ ഒരു കാര്യം പറയാം അയ്യപ്പദാസേ. മെയ് മാസം 27-ാം തീയതി കൈരളി ചാനലിൽ 2 മണിക്കൂറുള്ള ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. അതിൽ എന്താ എഴുതി കാണിക്കുന്നതെന്നറിയോ? പിണറായി വിജയന്റെ വീട്ടിൽ ED റെയ്ഡ്, പ്രതിഷേധം ഇരമ്പുന്നു. 19,295 പേര് കണ്ടിട്ടുണ്ട്, 165 ലൈക്കും കിട്ടിയിട്ടുണ്ട്, 11-ൽ 6 പേര് നെഗറ്റീവ് കമന്റാ. എന്നിട്ട് ഇവർ പറയാം മനോരമയിൽ ഉൾപ്പെടെ എഴുതി കാണിച്ചിട്ടാ ഞങ്ങളുടെ സഖാക്കന്മാർ തല്ലുണ്ടാക്കിയെന്ന്. ആ കൈരളിയിൽ എഴുതി കാണിച്ചാൽ പോരായിരുന്നോ വീണയുടെ വീടാ റെയ്ഡ് ചെയ്യുന്ന പിണറായി ആയിട്ട് ഒരു ബന്ധമില്ലെന്ന്? ചുമ്മാ ഇരുന്ന് തള്ളിക്കൊണ്ടിരിക്കുക. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഇതുപോലെ തള്ളുന്നതിന്റെ കാരണം അച്ഛന് കൊടുത്ത നോക്കുകൂലി മകളുടെ അക്കൗണ്ട് വഴി അയച്ചു, അല്ലെങ്കിൽ ഇവർക്ക് മറുപടി പറയാൻ പറ്റണ്ടേ? ഇപ്പൊ ഇവർ പറയുന്നത് സേവനം കൊടുത്തിട്ടില്ല, സോഫ്റ്റ്വെയറും കൊടുത്തിട്ടില്ല, പിന്നെ എന്തിനാണ് ആനുവൽ മെയിൻ്റനൻസ്? എക്സ്പെർട്ട് ഒപ്പീനിയൻ ആണെന്ന്. എക്സ്പെർട്ട് ഒപ്പീനിയൻ കൊടുക്കുന്ന വീണയ്ക്ക് എന്തിനാ ആനുവൽ മെയിൻ്റനൻസ്? നമുക്ക് ആർക്കും മനസ്സിലാകാത്ത കുറെ ഇംഗ്ലീഷ് വാക്കും കൊണ്ട് വന്നിരിക്കുക. അതെ, നേരാമണ്ണം ഈ കമ്പ്യൂട്ടറൊക്കെ കൊണ്ടുവരാൻ നോക്കിയ സമയത്ത് തല്ലിപ്പൊളിച്ച് സമരം ചെയ്തിട്ട് ഇത് എന്ത് തേങ്ങയാണെന്നറിയാതെ ചുമ്മാ ഇരുന്ന് കുറെ വാക്കുകളെടുത്ത് തട്ടിക്കൊണ്ടിരിക്കുക. ആനുവൽ മെയിൻ്റനൻസ്, എക്സ്പെർട്ട് ഒപ്പീനിയൻ, അത് ഇത് എന്നും പറയും. സ്കൂൾ കുട്ടികൾക്ക് സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ തുടങ്ങിയ കമ്പനിയിൽ നിന്ന് കരിമണൽ കമ്പനിക്ക് എന്ത് കൊടുത്തെന്നാ പറയുന്നത്? ഒരു ഉത്തരവില്ല. എന്നിട്ട് പറയാണ് 2026 ജൂൺ മാസം 12-ാം തീയതി ED-യുടെ ഓഫീസിൽ നേരിട്ട് ചെന്ന് കോൺഫിഡൻസ് ഉള്ള പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിൽ മറുപടി അങ്ങ് കൊടുക്കുമെന്ന്. 7 കൊല്ലം കാത്തിരുന്ന് അച്ഛന്റെ പാർട്ടിയുടെ അടിക്കൽ ഇളകിക്കഴിഞ്ഞു. എന്നിട്ടും പറയാ ഇനിയും കോൺഫിഡൻസ് ഉണ്ടെന്ന്. ദൈവത്തെ ഓർത്ത് ഈ വക തള്ളല്ലേ. കുറെ സഖാക്കന്മാരെ തല്ലും കൊള്ളിച്ച് ജയിലിലേക്ക് വിട്ടിട്ടില്ലേ? അവർക്ക് ജാമ്യം കിട്ടിയിട്ടില്ല. അവരെ കൊണ്ട് നടന്ന് പോലീസ് തെളിവെടുപ്പെടുത്തിക്കൊണ്ടിരിക്കുക ആ ഇഷ്ടികയേറും മൊട്ടയേറും നടത്തിയതിന്. ഇനിയെങ്കിലും നിങ്ങൾ പറയും, MA ബേബി സമരം നടത്തിയല്ലോ, അഖിലേന്ത്യാ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി ആഹ്വാന പ്രകാരം സഖാക്കന്മാർ വന്ന് തല്ല് നടത്തിയല്ലോ, ED ഓഫീസ് എന്റെ മുമ്പിലേക്ക് സമരം നടത്തിയല്ലോ. നിങ്ങൾ ഇപ്പൊ പറയുന്നു പാർട്ടിക്ക് ഈ കേസുമായിട്ട് ഒരു ബന്ധമില്ലെന്ന്.
ഒരു ബന്ധമില്ലാത്ത കേസിന് എന്തിനാണ് സഖാക്കന്മാരെ 10-20 ജയിലിലേക്ക് വിട്ടത്? ഇനിയെങ്കിലും ഒന്ന് മറുപടി പറഞ്ഞുകൂടെ? ഞാൻ ഒരു കാര്യം പറയാം ഇപ്പദാസെ, ഈ പാവപ്പെട്ട പാർട്ടിയുടെ പാവപ്പെട്ട പിണറായി വിജയന്റെ മകള് മറ്റു സംസ്ഥാനത്തൊക്കെ പോയേ പഠിച്ചേ. ഇവിടെ പാവപ്പെട്ട SFIക്കാരന്മാരും DYFIക്കാരന്മാരും പോലീസിന്റെ വെടികൊണ്ട് മരിക്കുന്ന കാലത്ത് ഇവര് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ പഠിച്ചിട്ട് ഇവിടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ 1ാം സ്ഥാനത്താന്ന് പറഞ്ഞിട്ട് അടുത്ത സംസ്ഥാനത്ത് പോയി കമ്പനി തുടങ്ങിയിട്ട് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ലോക്കൽ മറ്റേ അഡ്രസ് ആക്കി വെച്ച് കമ്പനി തുടങ്ങിയിട്ട് അമ്മയുടെ പെൻഷൻ കാശ് അന്ന് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇല്ല സർ. അത് 2016 ശേഷമുള്ള 26 വരെയുള്ള 10 വർഷത്തിലാണ് കേരളത്തിൽ ആ വിസ്മയം നടന്നതെന്നാണ് LDFന്റെ അവകാശവാദം. അല്ല, എനിക്കിതിലൊന്നും ഒരു തർക്കമില്ല അയ്യപ്പദാസെ. ഇവര് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പറഞ്ഞ കാലത്ത് മുഖ്യമന്ത്രിയുടെ മകൾ എന്തിനാ അന്യ സംസ്ഥാനത്ത് പോയി കമ്പനി തുടങ്ങിയത്? എന്തിനാ ഈ അച്ഛന്റെ ആഫീസ് ലോക്കൽ മറ്റേ അഡ്രസ് ആയിട്ട് കമ്പനി തുടങ്ങിയത്? ഇത് വേറെ ഏതെങ്കിലും ഒരു CPM നേതാവിന് അനുവദനീയമായിട്ടുള്ള കാര്യമാണോ? അപ്പൊ ഇത്രയും കാലം നമ്മൾ പറഞ്ഞു കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ കേസിൽപ്പെട്ടപ്പോൾ കോടിയേരിക്കില്ലാത്ത നീതി എന്തിനാണ് പിണറായി വിജയൻ കൊടുക്കുന്നതെന്ന്. അന്ന് ഇവർ പറഞ്ഞത് രണ്ട് കേസാണ്. ഇന്നിപ്പോ പറയുന്നു വീണയുടെ കാര്യം ഒറ്റയ്ക്ക് നോക്കിക്കോളും, പാർട്ടിയായിട്ട് ഒരു ബന്ധമില്ലെന്ന്. ഇവർക്ക് എന്തെങ്കിലും ഒരു നിലപാടുണ്ടോ ഇക്കാര്യത്തിൽ? അത് ഉത്തരവില്ലാത്ത എന്താണെന്നറിയോ? ഉത്തരവില്ലാത്തത് വാങ്ങിയ കാശ് എന്തിനാന്ന് വിളിച്ചു പറയാൻ മടിയുള്ളത് കൊണ്ടാണ്. ആദ്യത്തെ കാര്യം, ഒരു കാര്യത്തില് ശ്രീ ജയചന്ദ്രൻ പറഞ്ഞ ഇതിനോട് എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ട്. ഇപ്പോൾ പിണറായിയെ വീണ തൈക്കണ്ടിലിന്റെ കേസിൽ, മാസപ്പടി വാങ്ങിയ കേസിൽ പിണറായിയെ കൂട്ടിക്കെട്ടുന്നു എന്നുള്ള സംശയം ഇപ്പോഴവർക്കില്ല. അപ്പോൾ ഇപ്പോഴവർക്ക് സംശയമില്ലെങ്കിൽ നേരത്തെ ആ സംശയം ഉണ്ടായിരുന്നത് കൊണ്ടാണ് EDയുടെ വണ്ടി തല്ലിപ്പൊളിച്ചത്. അപ്പോൾ അതിനുശേഷം സംശയമില്ല. 10-20 സഖാക്കന്മാർ ജയിലിൽ പോയി ഇപ്പോൾ ആ സംശയം മാറി എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അന്ന് സംശയം ഉണ്ടാകാൻ കാരണം എന്തായിട്ടാണ് പറയുന്നത്? നിങ്ങളുടെ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ പിണറായിയുടെ വീട് റെഡി ചെയ്യുന്നു എന്ന് എഴുതി കാണിച്ചാണ് അത്ര പ്രശ്നം. അപ്പം ഞാൻ ചോദിക്കുന്നത്, എന്ന് മുതലാണ് CPMന്റെ സഹയാത്രികരും CPM നേതാക്കന്മാരും CPMന്റെ അണികളും അനുഭാവികളും പ്രവർത്തകരും മനോരമ ഉൾപ്പെടെയുള്ള ഇവർ പറയുന്ന ബൂർഷ്വാ മാധ്യമങ്ങൾ കണ്ടു തുടങ്ങിയത്? സാധാരണ ഇവർ ബൂർഷ്വാ മാധ്യമങ്ങളാണ് ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ വീണ തൈക്കണ്ടിലിനെ റെയ്ഡ് ചെയ്ത അന്ന് ഈ പറഞ്ഞ ചാനലുകളാണ് കണ്ടത്. ഇവർക്ക് ആ കൈരളി ചാനലിലെ സത്യം മാത്രം കണ്ടിട്ട് വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നാൽ പോരായിരുന്നോ? ഇവരെന്തുകൊണ്ടാണ് കൈരളി ചാനൽ ബഹിഷ്കരിച്ച് മറ്റു ചാനലുകൾ കണ്ട് അവരെഴുതി കാണിച്ച തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്ത വിശ്വസിച്ച് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് കാറ് തല്ലിപ്പൊളിച്ച് കുറെ പേര് ഒളിവിലും കുറെ പേര് ജയിലിലും പോയത്? അപ്പൊ പറയുന്നതിന് ഒരു യോജിപ്പില്ലായ്മയുണ്ട്. ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് വിവരമുണ്ടായിരുന്നില്ലേ? ആ വിവരം പറഞ്ഞാൽ പോരെയെന്ന്. ഞാൻ ചോദിക്കുന്നത്, ഈ വിവരം അധികം കിട്ടിയ നേതാക്കന്മാർ വിവരമില്ലാത്ത പ്രവർത്തകരോട് പറഞ്ഞിരുന്നെങ്കിൽ ആ പാവത്തങ്ങൾ ജയിലിൽ പോവില്ലായിരുന്നു, അവരിപ്പോൾ ജയിലിൽ കിടക്കില്ലായിരുന്നു. അപ്പൊ വിവരമുള്ള ആളുകൾ നിങ്ങളുടെ പാർട്ടിയിലുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ വിവരമില്ലാത്ത ആളുകളായതുകൊണ്ടാണല്ലോ ആ കുറെ പേര് കാർ തല്ലിപ്പൊളിക്കാൻ പോയത്. അവരെ ജയിലിൽ വിടാതെ അവർക്ക് ആ വിവരം പകർന്നു കൊടുത്ത് അവരെ രക്ഷിക്കാമായിരുന്നു. അതും നിങ്ങൾ ചെയ്തില്ല. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ഏതെങ്കിലും നേതാവിനോട് പറഞ്ഞോ പിണറായി വിജയൻ എന്നെ 6-7 മണിക്കൂർ വെള്ളം കുടിക്കാൻ സമ്മതിക്കാതെ, ബാത്റൂമിൽ പോകാൻ സമ്മതിക്കാതെ ED പിടിച്ചു വച്ചിരിക്കുകയായിരുന്നു എന്ന്? എന്തൊക്കെ തള്ളായിരുന്നു! തള്ളൊക്കെ കഴിഞ്ഞിട്ട് 2 ദിവസം കഴിയുമ്പോൾ പിണറായി വിജയൻ പറയുകയാണ് എന്നോടൊന്നും ചോദിച്ചില്ലെന്ന്. പിന്നെ എന്തിനാണ് ഈ അക്രമം മുഴുവൻ കാണിച്ചത്? അന്ന് വൈകിട്ട് പിണറായി വിജയൻ പത്രക്കാരെ കണ്ടിട്ട് പറഞ്ഞ എന്താ? ഇത് മറ്റേ രാഹുൽ ഗാന്ധിക്ക് സന്തോഷമായില്ലേ, ഇത് പോരാട്ടത്തിന്റെ ഭാഗമാണ്, ഒന്നിച്ചിറങ്ങുമെന്ന്. അന്ന് ഒന്നിച്ചിറങ്ങി നാട്ടുകാരെ മെക്കെട്ട് കയറി ED തല്ലിപ്പൊളിച്ച് കാറ് തല്ലിപ്പൊളിച്ച CPM എന്ന് വീണയെ ഒറ്റയ്ക്കാക്കി. ഇന്നിപ്പോ CPM പതുക്കെ മാറി നിൽക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, വീണ എന്ന ഏതോ ഒരു പാവപ്പെട്ട പെൺകുട്ടി അമ്മയുടെ പെൻഷൻ കാശ് കൊണ്ട് തുടങ്ങിയ IT കമ്പനിയിലേക്ക് മാസപ്പടി വാങ്ങിയ വിഷയം, അന്ന് ഒന്നിച്ചിറങ്ങി അക്രമം നടത്തിയവർ ഇന്ന് വീണയെ ഒറ്റയ്ക്കാക്കി. അതിനെയാണ് ഇവർ രാഷ്ട്രീയം ആയിട്ട് നേരിടുമെന്ന് പറയുന്നത്. ജിൻഡോ, ഇതിലിപ്പോ അന്ന് അതിലേറെയൊക്കെ എന്തെങ്കിലും ആശങ്കപ്പെട്ടിരുന്നോ എന്നറിയില്ല. ഇപ്പൊ നോക്കൂ, ഞാൻ അങ്ങനെ ഇടപെടില്ല. ഇപ്പോ ഈ ഒരു വ്യക്തിക്കെതിരെ 2 സ്ഥാപനങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിലെ ക്രമരഹിതമായി കണ്ടെത്തിയ ചില ഇടപാടിനെ കുറിച്ചാണെങ്കിൽ ഈ ഏജൻസി അന്വേഷിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല, നിയമപരമാണ് ഇന്ന് എല്ലാവരും, നിയമപരമാണെങ്കിൽ ഒരു കുഴപ്പമില്ല എന്നാണ് CPM നേതാക്കൾ എല്ലാവരും പറയുന്നത്. CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാന നേതാക്കളിൽ ഒരാൾ ആ പകൽ EDയെ പേപ്പട്ടിയെന്നും വിളിച്ചു. അല്ല, ഈ വിളിക്കുന്നതിന് അത് ഓരോരുത്തരുടെ സൗകര്യത്തിനല്ലേ. പക്ഷെ ഞാൻ വിചാരിച്ച അയ്യപ്പദാസെ, ഇന്നിപ്പോ EDക്ക് അന്വേഷിക്കാം സമൻസ് കൊടുത്തു, വെള്ളിയാഴ്ച EDയുടെ സമൻസ് പ്രകാരം വീണ തൈക്കണ്ടിയിൽ ഹാജരാകണമെന്നുള്ള വാർത്തയൊക്കെ സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഈ കൊച്ചിയിൽ, പ്രത്യേകിച്ചും കേരളത്തിൽ ഇഷ്ടികയുടെയും കോഴിമുട്ടയുടെയും വില കൂടുമെന്നാ. ഭാഗ്യം കൊണ്ട് ഇവർ പാർട്ടി രാഷ്ട്രീയമായിട്ട് നേരിടാനും വീണയെ ഒറ്റയ്ക്കാക്കി വീണ നേരിട്ടോളൂ എന്നുള്ള തീരുമാനം എടുത്തു. അല്ലെങ്കിൽ ഈ ഉടക്കത്തെ വിലക്കയറ്റത്തെ സമയത്ത് കോഴിമുട്ടയുടെ ഇഷ്ടികയുടെയും വില കൂടിയാനെ. ആ മാതിരി പണിയായിരുന്നു ഇവർ അന്ന് കാണിച്ചത്. എന്തെങ്കിലും ആവട്ടെ. അപ്പം ഞാൻ ചോദിക്കുന്നത്,
ഇപ്പോഴും ഇവർക്ക് ആർക്കും അറിയില്ല വീണ എന്ത് സേവനം കൊടുത്തു എന്ന്. വീണയ്ക്കും അറിയില്ല, CMRL അറിയില്ല എന്ത് സേവനം കിട്ടിയെന്ന്. അപ്പൊ പിന്നെ ഇത് അന്വേഷിക്കണ്ടേ? നിയമപരമായി കുഴപ്പമില്ല, രാഷ്ട്രീയമായി ഈ രണ്ട് വ്യത്യാസം എനിക്ക് മനസ്സിലായില്ല. വീണ തൈക്കണ്ടിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ ചോദിക്കുമ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിയുടെ മകൾ, അന്നത്തെ പരിസ്ഥിതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ മകൾക്ക് CMRL കർത്തയുടെ കമ്പനിയിൽ നിന്ന് എന്തിനാണ് മാസപ്പടിയായിട്ട് 2,78,00,000 രൂപയും 50 ലക്ഷം രൂപ കടമായും കൊടുത്തത് എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. ആ ഉത്തരം കിട്ടാത്തത് കൊണ്ട് ഈ പാർട്ടി തന്നെ തോറ്റു തുന്നം പടുന്ന സാഹചര്യം ഉണ്ടായി. പാർട്ടി സഖാക്കന്മാർക്ക് പോലും വിശ്വാസയോഗ്യമല്ലാത്ത നിലപാടുകൾ പറഞ്ഞുകൊണ്ടാണ് ഇവർ ഉരുണ്ട് പരണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നമുക്കറിയേണ്ടത് എന്ത് സേവനം കൊടുത്തു എന്നാണ്. അങ്ങനെ സേവനം കൊടുത്തതിന് മറുപടി ഇല്ലെങ്കിൽ അപ്പോൾ നമ്മൾ സംശയിക്കേണ്ടി വരും. ഇതിന്റെ എക്സ്റ്റൻഡഡ് ലൈബിലിറ്റി പിണറായി വിജയനിലേക്ക് എത്തും. അന്നത്തെ മുഖ്യമന്ത്രിക്ക് കൊടുത്ത കപ്പമാണ് വീണ തൈക്കണ്ടിയുടെ കമ്പനിയിലൂടെ കൈമാറ്റം ചെയ്തതെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും. അതിനൊരു മറുപടി പറയേണ്ടി വരും. അതിലേക്ക് പോയാൽ ഇപ്പൊ നോക്കൂ, ഈ വീണ തൈക്കണ്ടിയുടെ സ്ഥാപനവും ആ സ്ഥാപനത്തെ കുറിച്ച് തന്നെ ഇപ്പോൾ ഇവര് പുറത്ത് CPM-ന്റെ അണികളോ അല്ലെങ്കിൽ CPM-ന് വേണ്ടി വാദിക്കാൻ ശ്രമിക്കുന്നവരൊക്കെ പറയുന്നത് വളരെ വിചിത്രമായിട്ടുള്ള കാര്യമാണ്. നിങ്ങളൊരു കാർ വാങ്ങി 20 ലക്ഷത്തിന്റെ, അതിന് പുറമെ ഇപ്പൊ മാരുതിയുടെ കാറാണെങ്കിൽ അവരുടെ ഒരു 5 ലക്ഷത്തിന്റെ ഒരു എക്സ്റ്റൻഡഡ് വാറണ്ടി എടുക്കുന്നു 5 വർഷത്തേക്ക്. ഈ 5 വർഷം കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ അവർ ചെയ്തു തരും, പ്രശ്നം പറ്റിയില്ലെങ്കിൽ 5 ലക്ഷം പോയി. അതായത് പ്രത്യേകിച്ച് സേവനമൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് വളരെ, അതായത് ഈ ഇങ്ങനൊരു പണവും ഒരു സേവനവും കിട്ടിയിട്ടില്ല എന്ന് 2018-19 തന്നെ ആദ്യം ഇൻകം ടാക്സ് വകുപ്പിന്റെ കണ്ടെത്തൽ, അതിനുശേഷം SFIO ഇതിന് വിശദമായി ആ പണം 2.78 ആവുമ്പോൾ അതിന്റെ വേർതിരിച്ചൊക്കെ പറഞ്ഞ ഒരു ഘട്ടത്തിലും ഇവരാരും ഇത് എവിടെയും നിഷേധിച്ചിട്ടില്ല. ഏതാണ് സേവനം കൊടുത്തിട്ടില്ല എന്നത് മാത്രമല്ല, സേവനം കൊടുക്കേണ്ടതില്ല, അല്ലാതെ തന്നെ കൊടുക്കാവുന്ന പൈസയാണ്, ഈ അഗ്രിമെന്റിന്റെ ഭാഗമായി കൊടുക്കാവുന്ന പൈസയാണെന്ന് ആരും കോടതിയിലോ ഒരു തരത്തിലും നിഷേധിക്കാത്തൊരു വസ്തുതയാണ്. പുറത്തിറങ്ങി ആളുകൾ പറയുകയാണ് ഇത് സേവനത്തിന്റെ ആവശ്യമില്ല, ഇത് അങ്ങനെയാണ്, ഇത് ഇവർക്ക് മനസ്സിലാകത്തോണ്ടാണ്. അപ്പോൾ ഇത്രയൊക്കെ വിശദീകരിക്കാനുള്ള അവസരം ഇതിന്റെ ഇടയിലൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇത് കേവലം ഇപ്പോൾ അന്ന് തന്നെ ആദ്യം കണ്ടെത്തിയ കാരണം എന്താണ്, എന്തിനു കൊടുത്തു നോക്കുമ്പോൾ കൃത്യമായി തന്നെ എഴുതി വെച്ച് സ്മൂത്ത് ബിസിനസ് ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് എന്നാണ്. കാരണം കൊച്ചിയിൽ പരിസ്ഥിതി അടക്കമുള്ള പ്രശ്നങ്ങൾ കൊണ്ട്, സ്ഥാപനം നേരിടുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ട് അതിന്റെ കമ്പനിയുടെ സ്മൂത്ത് ആയിട്ടുള്ള ഓപ്പറേഷന് വേണ്ടിയാണ് ഈ പണം കൊടുത്തത്. ആദ്യത്തെ തുകയെക്കുറിച്ച് ഞാൻ പറയുന്നത്, അതായത് CMRL-ഒക്കെ നേരിടുന്ന പ്രധാനപ്പെട്ട കേസ് പൊളിറ്റീഷ്യൻസിന്, പാർട്ടീസിന്, മീഡിയ ഹൗസസിന്, പബ്ലിക് സർവൻസിനെന്ന്. അപ്പൊ അങ്ങ് പറയുന്ന പോലെ വീണ ഒരു സേവനവും കൊടുത്തിട്ടില്ല. വീണയുടെ കമ്പനിക്ക് മുമ്പ് എന്തെങ്കിലും ഇത്തരത്തിലുള്ള ഒരു കമ്പനിയുമായിട്ട് ഏതെങ്കിലും ഒരു സേവനം ചെയ്തതിനെ കുറിച്ച് നമുക്ക് അറിയില്ല. അതിനുശേഷവും അവർ എന്തെങ്കിലും ചെയ്തതായിട്ട് അറിവില്ല. തുടങ്ങിയിട്ട് ആ ഇടപാടിൽ തന്നെ ദുരൂഹത ഒരുപാടുണ്ട്. എന്നിരിക്കെ നിങ്ങൾ എന്തിനാണ് ഇതിലേക്ക് പിണറായി വിജയനെ കണക്ട് ചെയ്യുന്നത്? പിണറായി വിജയനെ കണക്ട് ചെയ്താൽ സ്വാഭാവികമായിട്ടും സർക്കാരിൽ നിന്ന് CMRL-ന് കിട്ടിയ, ഇന്നിപ്പോൾ BJP ഇന്നും ഉന്നയിക്കുന്ന പ്രശ്നത്തിലേക്ക് പോകും. അങ്ങനെ പോയാൽ RC-യിലേക്കൊക്കെ പോവും. ഇവർക്കൊക്കെയും കമ്പനിയുടെ സ്മൂത്ത് സേവനത്തിന് വേണ്ടി കൊടുത്ത പണമാണെന്ന് വരും. അല്ല അയ്യപ്പദാസേ, ഞങ്ങൾ ആദ്യം മുതലേ പറഞ്ഞല്ലോ, UDF-ന്റെ നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ BJP-യുടെ നേതാക്കന്മാർക്കോ CPM-ന്റെ നേതാക്കന്മാർക്കോ മാധ്യമ സ്ഥാപനങ്ങൾക്കോ മത നേതാക്കന്മാർക്കോ ആർക്ക് വേണമെങ്കിലും കൊടുത്ത പണം അന്വേഷിച്ചോട്ടെ എന്നേ. ഇതിൽ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ മുഖ്യമന്ത്രി VD സതീശൻ അദ്ദേഹത്തിന്റെ മകളുടെ അക്കൗണ്ടിലേക്ക് CMRL കമ്പനിയിൽ നിന്ന് മാസപ്പടിയായിട്ട് 8 ലക്ഷം രൂപ വെച്ച് വന്ന കുറച്ചു കാലം പറയാണ്, ആ കുട്ടി പറയണേ എനിക്കൊരു സേവനം കൊടുക്കാൻ പറ്റിയില്ല, അത് ഞങ്ങൾ തമ്മിലുള്ള കരാറാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കോ? CPM-മാർ സമ്മതിക്കോ? ഇവിടെ ചോദ്യം എന്താ, അന്നത്തെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് എന്തിനാണ് പണം കൊടുത്തത്? അതൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആയിട്ട് നിൽക്കില്ലേ? അപ്പൊ നിയമപരമായിട്ട് വീണ മാത്രമല്ല അക്കാര്യത്തിൽ മറുപടി പറയേണ്ടി വരിക. മുഖ്യമന്ത്രിയുടെ മകള് മുഖ്യമന്ത്രിയുടെ ഒപ്പമാണ് താമസിക്കുന്നത്. ഈ റെയ്ഡ് നടന്നത് പിണറായി വിജയന്റെയും വീണ വിജയന്റെ ഭർത്താവിന്റെയും വീട്ടിൽ മാത്രമാണ്. എന്റെ അഭിപ്രായത്തിൽ AKG സെന്ററും കൂടി റെയ്ഡ് ചെയ്യാൻ ഭാഗ്യമെന്ന് വെച്ചാൽ മതി. കമ്പനിയുടെ ആഫീസ് അതായിരുന്നല്ലോ. അപ്പൊ AKG സെന്റർ കൂടി റെയ്ഡ് ചെയ്തിരുന്ന ഇവരെന്ത് ചെയ്യുമായിരുന്നു? ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു CPM നേതാവിന്റെ മകൾക്കോ മകനോ AKG സെന്ററിൽ ലോക്കൽ അഡ്രസ് ആയിട്ട് വെച്ച് കമ്പനി രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ? ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് 1ാം സ്ഥാനത്താണ് കേരളം എന്ന് പറഞ്ഞു. എന്നിട്ട് മുഖ്യമന്ത്രിയുടെ മകള് ബാംഗ്ലൂർ പോയ കമ്പനി തുടങ്ങിയത്, കമ്പനിയുടെ അഡ്രസ് AKG സെന്റർ. എന്നാ പിന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വേണ്ടി കേരളത്തിലെ എല്ലാ സഖാക്കന്മാരുടെ മക്കൾക്കും, പണിയില്ലാത്ത മുഴുവൻ ആളുകൾക്ക് ഇത് ചെയ്യാമല്ലോ. അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യം, മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ മകൾക്ക് വീണ തൈക്കണ്ടിൽ എന്തിനു പണം കൊടുത്തു എന്നുള്ള ചോദ്യം രാഷ്ട്രീയ ചോദ്യമാണ്. എന്ത് സേവനം ചെയ്തു എന്നുള്ളത് നിയമപരമായിട്ടുള്ള ചോദ്യമാണ്. ഈ രണ്ട് ചോദ്യത്തിനും ഉത്തരവില്ലാതിരിക്കുമ്പോൾ സംശയിക്കേണ്ടി വരും.